Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workby. ഞാൻ ആഷിക് ജോയ്. അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചു. SSPX സമൂഹം കത്തോലിക്ക തിരുസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മാസം 1-ാം തീയതിയായിരുന്നു SSPXിലെ ചില വൈദികരെ വത്തിക്കാൻ്റെ പെർമിഷൻ ഇല്ലാതെ മെത്രാന്മാരായി അഭിഷേകം ചെയ്യിപ്പിച്ചത്. ഓൾമോസ്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വത്തിക്കാൻ ഉത്തരവിട്ടു. ഈ SSPX കമ്മ്യൂണിറ്റിയിലെ മുഴുവൻ ബിഷപ്പുമാരും മുഴുവൻ വൈദികരും മുഴുവൻ അൽമായരും സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. SSPXിലെ മുഴുവൻ ബിഷപ്പുമാരെയും വൈദികരെയും, അതായത് 6 ബിഷപ്പുമാരെയും എനിക്ക് തോന്നുന്നു 700-ലധികം വൈദികരുണ്ട്, അവരെയും SSPX കമ്മ്യൂണിറ്റിയിലെ 3-ാം സഭയിലെ അംഗത്വം എടുത്തിട്ടുള്ള എല്ലാ അൽമായരെയും, അതുപോലെ അവരുടെ പരിശുദ്ധ കുർബാനയിൽ ഇടയ്ക്കൊക്കെ പങ്കെടുത്തിരിക്കുന്ന അൽമായരെയും എല്ലാം കംപ്ലീറ്റ്ലി എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് വത്തിക്കാൻ. അപ്പോൾ ഡൈക്കാസ്ട്രിയുടെ വിശദീകരണ രേഖ ഇപ്രകാരമാണ്. വത്തിക്കാൻ ന്യൂസിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ പോൾ 6-ാമൻ പാപ്പയുടെ കാലം മുതൽ അടുത്തിട വരെ ഈ ഡിക്കാസ്ട്രിയിൽ നടന്ന സംവാദങ്ങളിലൂടെ ആർച്ച് ബിഷപ്പ് മാർസൽ ലഫേവ് ആരംഭിച്ച സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നവരെ കത്തോലിക്ക സഭയോടുള്ള ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നിരവധിയായ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അവ ഏറെ ഫലം കണ്ടിരുന്നില്ല. ഈ അവസ്ഥ പരിശുദ്ധ പിതാവിൻ്റെ അനുമതിയില്ലാതെ കഴിഞ്ഞ ദിവസം നടന്ന മെത്രാഭിഷേക ചടങ്ങുകളോടെ കൂടുതൽ വഷളാവുകയായിരുന്നു. കാനോനിക നിയമത്തിൻ്റെ തുറന്ന ലംഘനമാണ് ഈ ചടങ്ങിലൂടെ ഉണ്ടായത്. ഈ ബോധ്യങ്ങളാൽ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തമനുസരിച്ച് മേൽപ്പറഞ്ഞ മെത്ര അഭിഷേക ചടങ്ങിലൂടെ വിശുദ്ധ 10-ാം പിയൂസിൻ്റെ പൗരോഹിത്യ കൂട്ടായ്മ ചെയ്ത പ്രവൃത്തി ശീശ്മയിലേക്കാണ് നയിച്ചതെന്ന് ഡിക്കാസ്ട്രി മനസ്സിലാക്കുന്നു. ഈ പ്രവൃത്തി അതിലുൾപ്പെട്ട സമർപ്പിതരെയും ആത്മായ വിശ്വാസികളെയും കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് ഈ തിന്മയിലേക്കാണ്. 1988 തന്നെ വിശുദ്ധ ജോൺ പോൾ പാപ്പ പറഞ്ഞിരുന്നു, ഇത്തരം അനുസരണക്കേട് റോമിൻ്റെ പ്രാമുഖ്യത്തെ പ്രായോഗികമായി തള്ളിക്കളയുന്ന ഒന്നായതിനാൽ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ജോൺ പോൾ പാപ്പയുടെ കോട്ടാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് 3 കാര്യങ്ങൾ അധികം പറയാണ്. ഡിക്കാസ്ട്രി പറയുകയാണ്, ഇനി മുതൽ വിശുദ്ധ 10-ാം പിയൂസിൻ്റെ പൗരോഹിത്യ കൂട്ടായ്മയിലെ സമർപ്പിതർ ശീശ്മയിലായതുകൊണ്ട് തന്നെ അവർ കാനോനിക നിയമം അനുശാസിക്കുന്ന പുറത്താക്കൽ നടപടി അനുസരിച്ച് സഭയിൽ നിന്ന് പുറത്തായിട്ടുള്ളവരായി കണക്കാക്കണം. അപ്പം SSPX കമ്മ്യൂണിറ്റിയിലെ മുഴുവൻ ബിഷപ്പുമാരും മുഴുവൻ വൈദികരും പുറത്തായിരിക്കുകയാണ്, ആ 6 ബിഷപ്പുമാരടക്കം. രണ്ടാമതായിട്ട്, ഈ സമൂഹത്തിലെ അൽമായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഔദ്യോഗികമായി വിശുദ്ധ 10-ാം പിയൂസിൻ്റെ പൗരോഹിത്യ കൂട്ടായ്മയോട് 1996 നിയമരേഖകൾക്കായുള്ള പോണ്ടിഫിക്കൽ കൗൺസിൽ നൽകിയിരുന്നതും ഇപ്പോഴും സാധ്യതയുള്ളതുമായ വിശദീകരണ രേഖയിൽ പറയുന്നതനുസരിച്ച് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അവരും ശീശ്മയിൽപ്പെട്ടവരും സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമായി കണക്കാക്കപ്പെടും. അപ്പം SSPXന് ഒരു 3rd ഓർഡർ ഉണ്ട്, അതിലുള്ളവരെ പറ്റിയിട്ടും കൂടിയാണിത് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത്, അവസാനമായി വിശുദ്ധ 10-ാം പിയൂസിൻ്റെ പൗരോഹിത്യ കൂട്ടായ്മയിലെ സമർപ്പിത ശുശ്രൂഷകർ നടത്തുന്ന കൂദാശകൾ നിയമാനുസൃതമല്ലെന്നും അവർ നടത്തുന്ന കുമ്പസാരവും വിവാഹവും അസാധുവാണെന്നും ദൈവജനത്തെ അറിയിക്കുന്നു. പൂർണ്ണമായ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായ സ്നേഹത്തോടും അഗാധമായ കരുതലോടും കൂടി കരുതലുള്ള ഒരു അമ്മയെപ്പോലെ സഭ സ്വീകരിക്കും. വിവിധ സാഹചര്യങ്ങളിൽ അതത് മെത്രാന്മാർക്ക് സ്വീകരിക്കാവുന്ന നടപടിക്രമങ്ങൾക്കായി അപ്പസ്തോലിക ന്യൂൻഷോന്മാർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. പാപ്പയുമായും അദ്ദേഹവുമായി ഐക്യത്തിലുള്ള മെത്രാന്മാരുമായും സാർവത്രിക സഭയുമായുമുള്ള കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്കാനും വിശുദ്ധ 10-ാം പിയൂസിൻ്റെ പൗരോഹിത്യ കൂട്ടായ്മ നടത്തുന്ന വിശുദ്ധ ബലിയർപ്പണങ്ങളിലും അവർ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും എല്ലാ വിശ്വാസികളോടും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് വളരെ വളരെ
ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നും. പക്ഷേ നമ്മൾ ശുദ്ധീകരണാത്മകയുടെ അനുഭവങ്ങളിലും അതുപോലെ റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് ദർശിച്ച നിത്യനരകം, ഇങ്ങനെ നിരവധി വിശുദ്ധർക്ക് ലഭിച്ച സന്ദേശങ്ങളിലെല്ലാം ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം നരകത്തിൽ പതിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് ഇതൊരു ഏറ്റവും ഹയസ്റ്റ് ഫോം ഒരു പണിഷ്മെൻ്റാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തിനാണ്? തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു പണിഷ്മെൻറ്റ്. ഒരു കുട്ടിയെ ക്ലാസ്സിൽ വഴക്കുണ്ടാക്കുമ്പോൾ കുട്ടിയെ ടീച്ചർ ശാസിക്കുന്നു, ഒരു 3 തവണ ശാസിക്കുന്നു, പിന്നീട് വഴക്ക് പറയുന്നു, പിന്നീട് തല്ലുന്നു, പിന്നീട് ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്ത് നിർത്തുന്നു. ഇനി കുട്ടി റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ക്ലാസ് കയറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ഒരു കണ്ടീഷൻ, ഇനി ടീച്ചർ അനുസരിച്ചിട്ട് ഇരുന്നോളാം എന്നുള്ളൊരു കണ്ടീഷൻ്റെ പുറത്ത്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ളൊരു ശിക്ഷയാണ്. ആ ശിക്ഷ ഈ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശിക്ഷയാണ്. അപ്പോൾ ഇത് ഈ റിപ്പോർട്ട് വന്ന് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വത്തിക്കാൻ വീണ്ടും ഒരു റിപ്പോർട്ടും കൂടി ഇറക്കിയായിരുന്നു. അതായത് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന വൈദികരും അൽമാരും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു നീണ്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വൈദികർ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അംഗീകരിച്ചുകൊണ്ടും മാർപ്പാപ്പയെ അംഗീകരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് മെത്രാന് ലെറ്റർ എഴുതണം, അവർ വിശ്വാസം പ്രഖ്യാപിക്കണം. അതുപോലെ 3-ാം സഭയിലെ അൽമാരും ഇതേ പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യണം. എന്നാൽ വല്ലപ്പോഴും SSPX കുർബാന പോയിട്ടുള്ളവർ ഒരു സാധാരണ വൈദികനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പം ഞാൻ വളരെ ഫ്രാങ്കായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. നമുക്കറിയാം, ഈ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾക്കാർ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയല്ലോ, കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ്. നമുക്കറിയാം ഒട്ടും നീറ്റായിട്ടുള്ള വ്യക്തിയല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ ആ കാലത്ത് വലിയ വിവാദം ഉണ്ടാക്കിയത് 90കളിൽ. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആര് ഇതിൻ്റെ പ്രിഫെക്റ്റ് ആണെന്നോ ആര് പുറത്താക്കിയെന്നല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിത്യജീവൻ ലഭിക്കാൻ നമ്മൾ ഈ പാപ്പസി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിത്യജീവൻ പാപ്പസി. അപ്പം എനിക്ക് ഇത് മനസ്സിലായത് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴാണ്. അതായത് നമ്മുടെ സഭയിലുള്ള ഓരോ കാര്യങ്ങളും എല്ലാം സ്വർഗം ക്രമീകരിച്ചിട്ടുള്ളതാണല്ലോ ഈ ഹയറാർക്കി എന്നൊക്കെ പറയുന്നത്. ഞാനിങ്ങനെ ഒരു ബുധാചാടകം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ബിഷപ്പ് വേറൊരു രൂപതയിൽ പോയി, എന്നിട്ട് ആ രൂപത ബിഷപ്പ് അറിഞ്ഞില്ല ഈ ബിഷപ്പ് ഇവിടെ വന്ന കാര്യം. എന്നിട്ട് അദ്ദേഹം ആ രൂപതയിൽ നിന്നും ചിലപ്പോൾ നല്ല കാര്യത്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക. ഏതെങ്കിലും ഭവനത്തിലെ പിശാചിനെ ഒഴിപ്പിക്കാൻ വല്ലതും ആയിരിക്കും. ചിലപ്പോൾ ആ ഭവനത്തിലെ ഉള്ള ആൾക്കാരുടെ അങ്കളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ആ രൂപതയിലെ മെത്രാൻ അറിയിക്കാതെയാണ് ഈ മെത്രാൻ വന്ന് അവിടെ എക്സോസിസം ചെയ്യുന്നതെങ്കിൽ പിശാച് പുറത്ത് പോവില്ലെന്നാണ് നമ്മുടെ കേരളത്തിലുള്ളൊരു ബുധാചാടകൻ പറഞ്ഞതായിട്ട് കേട്ടത്. ആ രൂപതയിലെ മെത്രാൻ്റെ പെർമിഷൻ വാങ്ങിക്കണം. നോക്കൂ, എന്താണ് വ്യത്യാസമുള്ളത്? ഏത് മെത്രാനാണെങ്കിലും ഉപയോഗിക്കുന്ന പ്രാർത്ഥന സെയിമാണ്, സഭയുടെ പ്രാർത്ഥനയാണ്, അധികാരം സെയിമാണ്, എല്ലാം സെയിമാണ്. പക്ഷെ ദൈവം ചില ഏരിയകൾ അത് ആ മെത്രാന് മാത്രം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ചില വൈദികരൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ആ രൂപതയിൽ പോകുമ്പോൾ മെത്രാൻ്റെ പെർമിഷൻ വാങ്ങിക്കുന്നു. ലാറ്റിൻ വൈദികർ സീറോ മലബാർ കുർബാന എല്ലാം അവിടുത്തെ മെത്രാൻ്റെയും അദ്ദേഹത്തിൻ്റെ മെത്രാൻ്റെയും പെർമിഷൻ വാങ്ങിക്കുന്നു. ഇതൊക്കെ ഒരു അനുസരണത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം സ്വർഗ്ഗം വിലമതിക്കുന്നു. കാരണം കെട്ടാനും അഴിക്കാനുള്ള അധികാരം സഭയ്ക്കുണ്ട്. ഒരു വിശുദ്ധൻ മാതാവിനോട് ചോദിച്ചു. ഇപ്പം മാതാവ് ക്വീൻ ഓഫ് ഏഞ്ചൽസ് ആണ്, മാലാഖമാരുടെ രാജ്ഞിയാണ്. അപ്പോൾ അന്ന് ഈ മാലാഖമാരുടെ രാജ്ഞിയായിട്ട് മാതാവിനെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പം ഈ വിശുദ്ധൻ മാതാവിനോട് ചോദിച്ചു, മാതാവിന് എന്തുകൊണ്ട് എന്തൊരു പെർട്ടിക്കുലർ കാര്യം സഭയിൽ പ്രവർത്തിച്ചുകൂടാ എന്ന് പറഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞത്, സഭ അത് ഡിക്ലെയർ ചെയ്യുന്നവരെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ മാതാവ് പോലും സഭയുടെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന, അപ്പോൾ പലരും പറയാറുണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ അല്ലേ എന്നുള്ളത്. മലങ്കര കത്തോലിക്ക സഭയിലും ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇംഗ്ലീഷിലും ഹെയിൽ മേരി ദൈവകൃപ നിറഞ്ഞ മറിയമേന്നാണ്. ലാറ്റിനിലും ആവേ മേരിയ ദൈവകൃപ നിറഞ്ഞ, മലയാളത്തോടെ വരുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേന്നാണ്. നമുക്കറിയാം അത് ടെക്നിക്കലി പറയുമ്പോൾ ഒരു ഇതുണ്ടെന്നുള്ളത്.
പക്ഷേ ഡൊമിനിക് അച്ഛൻ ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ ഇതേപോലെ എവിടെയോ പോയപ്പോൾ പിശാച് ബാധിച്ച് ഒരു സ്ത്രീ നിൽക്കുന്നു. അച്ഛൻ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിച്ചപ്പം പിശാച് പോയതും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആരോ മാതാവിനോട് ചോദിച്ചു ഇങ്ങനെ, നന്മ നിറഞ്ഞ മറിയമേ, അത് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നല്ലേ? അപ്പോൾ മാതാവ് പറഞ്ഞതാണ് സഭ പറയുന്നത് ചൊല്ലുക എന്നുള്ളത്. സഭ പറയുന്ന കാര്യം അനുസരിക്കുക, അത് ചൊല്ലുക എന്നുള്ളതാണ്. അപ്പം അത്രമാത്രം സഭയെ, കാരണം സഭ എന്ന് പറയുന്നത് പുത്രനായ ദൈവം സ്ഥാപിച്ചതാണ്. ഇസ്രായേൽ പിതാവായ ദൈവം സ്ഥാപിച്ചതാണെങ്കിൽ രണ്ടാം ഇസ്രായേലിലെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തുടർച്ചയായിട്ടുള്ള കത്തോലിക്ക സഭ സ്ഥാപിച്ചത് പുത്രനായ ദൈവമാണ്. ഇന്നത് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതായത് ത്രിയേക ദൈവത്തിൻ്റെതാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. സോ സഭയ്ക്ക് കെട്ടാനും അഴിക്കാൻ അധികാരമുണ്ട്, ഒരു കണ്ടീഷൻ വരെ. എപ്പോഴാണ് ആ കണ്ടീഷൻ? ഡിവൈൻ ലോസ് സഭ തെറ്റിക്കുന്നത് വരെ. ഡിവൈൻ ലോ അത് മാറ്റാൻ ആർക്കും പറ്റത്തില്ല. സഭയിലെ സഭാപിതാക്കന്മാരും നിരവധി കൗൺസിലുകളും പ്രഖ്യാപിച്ചിട്ടുള്ള ഡോഗ്മാസൊക്കെ ഇനി എന്തെങ്കിലും കാലത്ത് പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്നൊക്കെയുള്ള പഠനങ്ങൾ വരുന്നത് വരെയാണ് സഭയുടെ പവർ. അധികാരം ദൈവത്തിൽ നിന്ന് വരുന്നു, അതിനാൽ നമ്മൾ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. അപ്പോൾ അധികാരം ദൈവത്തിൽ നിന്ന് വരുമ്പോൾ ദൈവം പറയുന്നതിന് പുറത്ത്, ആ ഡിവൈൻ ലോയ്ക്ക് പുറത്ത് ഒരു നിയമം വരുമ്പോൾ അതനുസരിക്കാൻ നമ്മളാരും ബാധ്യസ്ഥരല്ല. അത് യഥാർത്ഥ സഭയിൽ നിന്ന് ഒരിക്കലും വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പിളർപ്പ് വരും. ട്രൂ ചർച്ച്, ഫോൾസ് ചർച്ച്, അതൊക്കെ ഈ കാരുടെ അവസാന മണിക്കൂറിൽ വളരെ വ്യക്തമായിട്ട് സന്ദേശങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ന് SSPX എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടത് തീർച്ചയായിട്ടും അവർ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടതല്ല, അവർ തന്നെയാണ് സ്വയം എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ. നാളെ ഇതുപോലെ ഒരുപാട് പേര് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും, ഒരുപാട് പേര്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഘട്ടം വരും, ഡിവൈൻ ലോക്കെതിരെ സഭ തന്നെ തിരിയുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോഴാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതും യേശു ഏകരക്ഷകനല്ല എന്ന് വൈദികരും ബിഷപ്പുമാരടക്കം സഭയിൽ പ്രഘോഷിക്കുന്നതും ഏകലോക മതം ചേരുന്നതും ഇങ്ങനെ മൊത്തത്തിൽ ഒരു ബഹളമായ സംഭവം നടക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലാവത്തില്ല ഇത് ആരുടെ കൂടെ നിൽക്കണം. ഇപ്പം SSPXിലുള്ളൊരു വ്യക്തിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, പോപ്പ് ലിയോ പാപ്പയുണ്ട്, കത്തോലിക് സഭയുണ്ട്. അപ്പോൾ എനിക്ക് ഈ എക്സ്കമ്മ്യൂണിക്കേഷനിൽ നിന്ന് പുറത്ത് കിടന്ന് എവിടെ പോകും ഞാൻ രക്ഷയ്ക്ക്? ഇതേ കത്തോലിക് സഭ ഇവിടെ ഉണ്ട്, എനിക്ക് ഇനി അങ്ങോട്ട് പോവാം എന്ന് SSPXിലുള്ള ഒരാൾക്ക് ഇന്ന് ബോധ്യമുണ്ട്. പക്ഷേ ഞാനിപ്പം പറയുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ, ഡിവൈൻ ലോസ് മാറുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവത്തില്ല ഇവരാണോ വിമതർ, ഇവരാണോ വിമതർ, ഇതാണോ ഒഫീഷ്യൽ ചർച്ച്, അല്ലെങ്കിൽ ഈ മെത്രാനാണോ, അല്ലെങ്കിൽ ആ ഇങ്ങനെ നമുക്ക് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ വരും. ചിലത് പറയും ഇതാണ് യഥാർത്ഥ കുർബാന, ചിലത് പറയും അത് യഥാർത്ഥ കുർബാനയല്ല. ഇങ്ങനെ ഓരോരുത്തരും തോന്നിയ രീതിയിലുള്ള പറയുന്ന ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്ന ഒരു കാലത്തിലോട്ട് നമ്മൾ എത്തിപ്പെടാൻ പോവുകയാണ്. അതിനു മുൻപ് ഈശോ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ഇത്തരം സന്ദേശങ്ങൾ ദൈവം തരുന്നതും ഇത്തരം സന്ദേശങ്ങൾ സാത്താൻ എതിർക്കുന്നതും. കാരണം സാത്താൻ അറിയാം വിശ്വാസികൾ എങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കണം എന്നുള്ളത്. സോ നമുക്ക് ക്ലാരിറ്റി തരാൻ അവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു ഭാവിയിൽ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള എക്സ്കമ്മ്യൂണിക്കേഷൻ നമ്മിൽ പലരും നേരിടേണ്ടി വരും. അത് ഞാൻ പിന്നീട് വിശദീകരിച്ച് ഞാൻ പറയാം. അതെല്ലാവരോടും പറയാൻ പറ്റുന്ന കാര്യവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ മെമ്പേഴ്സ് ഉള്ളി വീഡിയോ ഇറക്കുന്നത്, അല്ലാതെ നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നാളെ വാട്സാപ്പിലുള്ളതുപോലെ ഇപ്പോൾ വാട്സാപ്പിൽ ആൾക്കാർ ജോയിൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് അയക്കുമ്പോഴേ ഞാനാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ യൂട്യൂബിൽ നാളെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ നമുക്ക് അവരുടെ ആത്മീയത നോക്കി അല്ലെങ്കിൽ അവരായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ യൂട്യൂബിലില്ല. അപ്പോൾ എല്ലാ കാര്യവും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം കുറച്ച് ബ്രദർമാർ ഇടുക്കിയിൽ നിന്നും വന്നു, ഇവിടെ കണ്ണൂർ വന്നതാണ്. അപ്പം ഞാനായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. പക്ഷെ അതെനിക്ക് ജനറലി ഈ പൊതുസമൂഹത്തോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അത് നമുക്ക് ഒരു ചെറിയ ഗ്രൂപ്പിനോട് പറയാൻ പറ്റും. ഈ ബോധ്യങ്ങളുള്ള ഗ്രൂപ്പിനോട് മാത്രമേ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അതിനാണ് നമ്മൾ ഈ മെമ്പേഴ്സ് ഉള്ളി വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവരോടും പറയാൻ പറ്റത്തില്ല. ഈശോ എങ്ങനെ ചെയ്തിട്ടുണ്ട്? ഈശോ ഉപമകളിലൂടെയാണ് ജനത്തോട് സംസാരിച്ചിരുന്നത്. എന്നാൽ ശിഷ്യന്മാർക്ക് രഹസ്യമായിട്ട് ഈശോ അത് വിശദീകരിച്ച് കൊടുത്തിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയേണ്ടതല്ല. ഇപ്പോൾ ഡൊമിനിക് അച്ഛൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അച്ഛൻ കൊടുക്കുന്ന മെസ്സേജ് അച്ഛൻ പബ്ലിക്കലി ലൈവിൽ പറയാറില്ല. ഡാനിയൽ അച്ഛനും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ മിക്ക വചന ശുശ്രൂഷകർ അങ്ങനെയാണ്. അവരുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ അവർക്ക് ലഭിക്കുന്ന മെസ്സേജ് അത് ആ ഗ്രൂപ്പിലുള്ള ഒരു 100-300 അല്ലെങ്കിൽ എത്ര ആൾക്കാർ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
അത് നാട്ടുകാർക്ക് മൊത്തം അറിയാനുള്ളതല്ല. അത് ആ ആത്മീയ തലത്തിലുള്ള ആൾക്കാർ മാത്രം അറിയേണ്ട കാര്യമാണ്. അപ്പം ഒരു 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 കേരളത്തിലെ ഒരു ഒരു ആത്മീയ ഒരു മീഡിയ ഒരു പെർട്ടിക്കുലർ ന്യൂസാണ് എപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിലുള്ള ഒരാൾ ചോദിച്ചു, ഇതെന്താണ് ഇതിങ്ങനെ ഒരു പെർട്ടിക്കുലർ സമുദായത്തോടും പെർട്ടിക്കുലർ പാർട്ടിയോടും മാത്രം ഇങ്ങനെ എപ്പോഴും. അപ്പോൾ ഇത് ഈ ആത്മീയ രഹസ്യം അറിയാത്ത ഞാൻ എന്ത് ചെയ്യും, ഇവരെ വിധിക്കും, ഇതെന്താണ് ഇവരെപ്പോഴും ഇങ്ങനെയെന്നുള്ളത്. പക്ഷേ അവരുടെ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, അവർക്ക് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ മെസ്സേജാണ്, 2 മൃഗത്തെയാണ് അവർ കണ്ടത്, 2 കളറുള്ള മൃഗത്തെ, അതിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് ഈശോയുടെ മെസ്സേജാണ്. അതാണ് അവർ ചെയ്യുന്നത്. ഇതറിയാത്ത ഞാൻ എന്ത് ചെയ്യും, അവരെ വിധിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെയാണ്. സോ എനിക്കറിയാം പലരും പല മുറുമുറുപ്പുണ്ട് മെമ്പർഷിപ്പ് വീഡിയോസ്, പക്ഷേ എനിക്ക് അങ്ങനെ പോയേ പറ്റൂ, അതേ ഉള്ളൂ നമുക്കുള്ളൊരു ഓപ്ഷൻ. ഞാൻ പറഞ്ഞതുപോലെ നാളെ വാട്സാപ്പ് പോലെ യൂട്യൂബിൽ ഇങ്ങനെ നമുക്ക് കാശൊന്നും പേ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ഓപ്ഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ മാത്രം വളരെ ചുരുക്കം പേരോട് മാത്രം സംസാരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, എന്നാൽ എല്ലാവരോടും പറയേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ മെസ്സേജൊക്കെ എല്ലാവരോടും പറയേണ്ട കാര്യങ്ങളാണ്. അത് ഈശോ തന്നെ പറയുന്നുണ്ട്. അപ്പം പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പബ്ലിക്കായിട്ട് പറയും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പബ്ലിക്കായിട്ട് പറയത്തില്ല. കാരണം അത് എല്ലാവരും അറിയേണ്ടതല്ല. അത് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ മാത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം. മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അപ്പോൾ തിരിഞ്ഞ് ആക്രമിച്ചേക്കാം, അത് അവരെ ചവിട്ടി മെതിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ SSPX കമ്മ്യൂണിറ്റിയും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയൊരു ശിക്ഷയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം മറ്റൊന്ന്, നമ്മൾ യഥാർത്ഥത്തിൽ സഭയിൽ തന്നെ നിൽക്കുന്നവരാണെന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും കണ്ടിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം ഇതാണ്, കത്തോലിക്കരെന്ന് പറയുന്ന എല്ലാവരും അവരവരുടെ ഇഷ്ടത്തനുസരിച്ചിട്ടാണ് ആത്മീയത കെട്ടിപ്പകുത്തിരിക്കുന്നത്. ചിലർ പറയും, ഞങ്ങൾ കരുണക്കൊന്ത ചൊല്ലത്തില്ല, ഞങ്ങൾ കരുണയുടെ ഡിവോഷൻ ഞങ്ങൾ അത് പ്രാർത്ഥിക്കത്തില്ല, ഞങ്ങൾ ജപമാലയുടെ പ്രകാശത്തിൻ്റെ രഹസ്യം ഞങ്ങൾ ചൊല്ലില്ല, കാരണം അത് മാതാവ് തന്ന സമയത്ത് പ്രകാശത്തിൻ്റെ രഹസ്യം ഇല്ലായിരുന്നു, ജോൺ പോൾ പാപ്പയാണ് അത് കൂട്ടിച്ചേർത്തത്, അല്ലെങ്കിൽ 12-ാം പിയൂസ് പാപ്പയ്ക്ക് ശേഷമുള്ള ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഞങ്ങൾ, 12-ാം പിയൂസ് പാപ്പയ്ക്ക് ശേഷമുള്ള ഒന്നും കൗൺസിലുകളോ സ്വകാര്യ വെളിപാടുകളോ ഒന്നും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം അതിനൊരാൾ വിളിച്ചു, കാറ്റഗിസം ടീച്ചറായിരുന്നു, അദ്ദേഹം വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങൾ തർക്കിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും കാത്തലിക് ഡോക്ട്രൈനിന് എതിരായിരിക്കും ഇവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോഗ്മയ്ക്ക് എതിരായിരിക്കും. അപ്പം ഇദ്ദേഹം തർക്കിക്കുന്ന കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പോക്ക് ഇങ്ങോട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്തു എന്ന വിശ്വാസ സത്യം വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം കാര്യം പിടി കിട്ടി, ഇനി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതാണ്. അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ കുറച്ച് CCCയിലെ കുറച്ച് കാര്യങ്ങൾ, UK കുറച്ച് കാര്യങ്ങൾ, ഇന്ന പ്രബോധനത്തിലെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ടാണ് പോകണമെങ്കിൽ നമ്മൾ കത്തോലിക്ക സഭയിലല്ല, നമ്മളുണ്ടാക്കിയ സഭയിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പോകുന്നു. എനിക്കും ട്രഡീഷണൽ ഐറ്റംസ് എല്ലാം നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ അനുസരണം ഇതിനേക്കാളും അപ്പുറത്താണ്. നമ്മൾ നിരവധി വിശുദ്ധ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഈശോ തന്നെ പറയുന്നു, ഇന്ന കാര്യം നീ പോയി ചെയ്യണം. ഒരു സിസ്റ്ററോട് പറയുന്നു, ആ സിസ്റ്ററുമായിട്ട് മദറോട് ചോദിക്കുന്നു, മദറെ ഞാനിത് ചെയ്യട്ടെ? മദർ പറയുന്നത് വേണ്ട. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സിസ്റ്ററാണെങ്കിൽ എന്ത് പറയും? ഈശോ പറഞ്ഞതാ, മദറിന് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഈശോ എൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യമാണ്, അതിനേക്കാളും വലുത് നല്ലല്ലോ മദറിന് ഇത് അറിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യം ചെയ്യാൻ നിർബന്ധിക്കത്തില്ലേ? ഞാനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യും. പക്ഷേ ഈ സിസ്റ്റർ തിരിച്ചു വന്ന് ഈശോയോട് പറഞ്ഞു, ഈശോയെ സുപ്പീരിയർ പറഞ്ഞു ചെയ്യേണ്ടത്. ഈശോ പറഞ്ഞോ ചെയ്യേണ്ടെന്ന് പറഞ്ഞോ? എന്നാൽ ചെയ്യണ്ട. ഈശോ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈശോ ഈ സിസ്റ്ററിൻ്റെ പ്രവൃത്തി ഓർത്ത് ഈശോ സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ഈശോ ഹാപ്പിയായി. അപ്പോൾ അവിടെ അനുസരണമാണ് വലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മളും ഇതേപോലെ സഭയുടെ ചില കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ വെളിപാടുകളാണോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്? അതിനനുസരിച്ചിട്ടാണോ നമ്മൾ ജീവിതം ക്രമീകരിക്കുന്നത്? അതോ നേരെ മറിച്ച് സഭയുടെ പ്രബോധനങ്ങൾക്ക് വായിച്ച് പ്രബുദ്ധരായിട്ടാണോ നമ്മൾ പോകുന്നത്? അതോ വൈകാരിക തലത്തിലാണോ? ഒരാളോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നെങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കും,
ശരീരത്തിൽ ചൂട് അനുഭവപ്പെടും, വെള്ളം ഒഴിക്കുന്ന അനുഭവം ഉണ്ടാവും. അപ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇത് സഭയുടെ ഏത് പ്രബോധനം? ഇതാണ് വൈകാരിക തലം. ഈ സഭ ഇങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. ഈശോ പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരുടെ മേൽ ഈശോ നിശ്വസിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. പക്ഷെ അവർ വീണില്ല, അവർക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചില്ല. പക്ഷേ ഒരു 10-50 ദിവസം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തീനാവിൻ്റെ രൂപത്തിൽ അവരുടെ മേൽ വന്നത്. സോ നമ്മുടെ ആത്മീയത വൈകാരിക തലത്തിലായി പോകാറുണ്ട്. ഇതാണ് വൈകാരിക തലത്തിലുള്ള ഒരു ആത്മീയത എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഭൂരിഭാഗം പേരും പോണത്. അതുകൊണ്ട് തന്നെ പറയുമ്പോഴവരെ നമ്മൾ ഒന്ന് ആത്മപരിശോധന ചെയ്യുക. നമ്മൾ ഏത് കത്തോലിസമാണ് ഫോളോ ചെയ്യുന്നത്? നമ്മളുണ്ടാക്കിയ കത്തോലിസമാണോ അതോ വിശുദ്ധരും സഭാപിതാക്കന്മാരും എല്ലാം അനുവർത്തിച്ചിരുന്ന കത്തോലിസമാണോ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ ചെയ്യപ്പെടുന്ന 7 ടൈപ്പ് ഓഫ് പ്രവൃത്തികളുണ്ട്. ഒന്നാമത്തത് അപ്പോസ്റ്റോസി, ഹിറസി അല്ലെങ്കിൽ ശീഷ്മ. നമ്മളിപ്പോൾ ഈ SSPX ഇപ്പം ചെയ്ത പോലുള്ള കാര്യങ്ങൾ, അതിൽ മാർപ്പാപ്പയെ അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലുകൾ, ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ 21 കൗൺസിലുകളുണ്ട്. അതിൽ ഒരാൾ പറയുന്നത് ഞാൻ ഇന്ന കൗൺസിൽ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം സഭയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഉദരത്തിലെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത്, അതിന് കൂട്ടുനിൽക്കുകയോ അത് ചെയ്തതുമായിട്ടുള്ള വ്യക്തികൾ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടും. മൂന്നാമതായിട്ട് പരിശുദ്ധ കുർബാനയെ ഡിസക്രേറ്റ് ചെയ്യുന്നത്, പരിശുദ്ധ കുർബാനയെ എറിയുകയോ അല്ലെങ്കിൽ സാക്രിലേജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. നാലാമതായിട്ട് കായികമായിട്ട് മാർപ്പാപ്പയെ അറ്റാക്ക് ചെയ്യുന്നത്. 5 അത് വൈദികർക്കുള്ളതാണ്. കുമ്പസാര രഹസ്യം പുറത്ത് വിടുമ്പോൾ എക്സ്കമ്മ്യൂണിക്കേഷനാണ്. ആറാമത്തത് ഒരു വൈദികനൊത്ത് വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീക്ക് ഇതേ വൈദികൻ തന്നെ പാപമോചനം നൽകിയാൽ അത് എക്സ്കമ്മ്യൂണിക്കേഷനാണ്. സഭയിൽ നിന്ന് പുറത്താക്കപ്പെടും വൈദികൻ. ആ വൈദികൻ്റെ പാർട്ട്ണറുമായിട്ട് ആ പാർട്ട്ണറിൻ്റെ പാപം മോചിച്ചാൽ ആ വൈദികൻ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. അതാണ് ആറാമത്തതായിട്ട്. ഏഴാമതായിട്ട് എ ബിഷപ്പ് കോൺസെക്രേറ്റിംഗ് അനദർ ബിഷപ്പ് വിത്തൗട്ട് എ പാപ്പൽ. ഇതുപോലെ മാർപ്പാപ്പയുടെ അനുമതി ഇല്ലാതെ ഒരു ബിഷപ്പ് മറ്റൊരു വൈദികനെ ബിഷപ്പായിട്ട് ഓർഡിനേറ്റ് ചെയ്യുന്നതും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാം എന്നുള്ളതാണ്. അപ്പം നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുക. നമ്മളിങ്ങനെയാണോ? നമ്മൾ ഈ കണ്ണി കണ്ട എല്ലാം പൈശാചികം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണോ? നേരെ മറിച്ച് ഒരു വൈകാരിക തലത്തിൽ നടക്കാതെ നമ്മൾ സഭയുടെ പ്രബോധനങ്ങളനുസരിച്ചിട്ട് പോകുന്നതാണോ? സേഫായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? സഭയോടൊപ്പം നിൽക്കുക എന്നുള്ളത്. വെറുതെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിരവധി എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ മരണസമയത്ത് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സഭയിലോട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളയേരിബൂസ് എർ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസൂസ് Sancta Maria, Mater Dei, ora pro nobis peccatoribus nunc et in hora mortis nostrae. Amen. Viva Cristo.